തിയേറ്ററുകളിലെത്തിയ ഓർമ്മയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗായത്രി അരുൺ എബിയോട്. അതിലേക്ക്. പരസ്പരം എന്ന സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ വീട്ടിലെ അല്ലെങ്കിൽ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ വീട്ടിലൊരു അതിഥിയായിട്ട് തന്നെ മാറിയിട്ടുള്ള ഗായത്രിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഗായത്രി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അറിയത്തില്ല എങ്കിലും ദീപ്തി IPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്ന് പുതിയ സിനിമ കൂടി റിലീസായിരിക്കുകയാണ് ഓർമ്മ. പുതിയ പടം കൂടി റിലീസാകുന്നൊരു ദിവസം അതെങ്ങനെയാണെന്ന് കാണുന്നത്? ഇന്ന് ശരിക്കും റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ച് വന്ന ഡേറ്റ് ആണ്. പക്ഷെ അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നു. ഇന്ന് വനിതാ ദിനത്തിൽ ശരിക്കും സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു സിംഗിൾ പാരൻ്റ് എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഒരു മോളെ വളർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അങ്ങനെ അതൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് ഈ വനിതാ ദിനത്തിൽ തന്നെ അതിൻ്റെ റിലീസ് വന്നതൊരു ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഈ ഗായത്രിയുടെ ക്യാരക്ടർ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം. ഈ പറഞ്ഞ ദീപ്തി IPS എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. രാജശ്രീ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ ക്യാരക്ടറിൻ്റെ ഒരു ധാവണി പ്രായം മുതൽ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു SSLC പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ, ആ ഏജ് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര പാവമായിട്ടുള്ള ഒരു അമ്മയാണ്. ഒരു മോള് വഴക്കിട്ടാൽ പോലും അവളോട് പിണങ്ങിയാൽ പോലും ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന ഒരു അമ്മയാണ്. പക്ഷെ പലപ്പോഴും പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ ഭയങ്കര ബോൾഡായിട്ട് റിയാക്ട് ചെയ്യും. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു അമ്മ. പിന്നെ പല സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻ ചെയ്തും പോയിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ്, ഭയങ്കര ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദീപ്തി IPS ശരിക്കും ഭയങ്കര ഒരു ബോൾഡ് ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു വലിയ സ്ക്രീനിലോട്ട് വരുമ്പോൾ ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ആദ്യം ഈ സീരിയൽ ഭയങ്കര ഹിറ്റായിരിക്കുന്ന സമയത്ത് തന്നെ വന്ന ക്യാരക്ടേഴ്സ് കൂടുതലും അങ്ങനത്തെ ക്യാരക്ടേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തതും ഒരെണ്ണം ഒരു IPS ക്യാരക്ടറാണ് നേരത്തെ സർവോപരി പാലക്കാർ എന്ന് പറഞ്ഞ മൂവിയിൽ ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ഓഫർ വന്നപ്പം ശരിക്കും ഞാനിത് ചൂസ് ചെയ്യാൻ വളരെ ചെറിയൊരു സിനിമയാണ്, പുതിയ ഡയറക്ടറാണ്, ചെറിയ ക്രൂ ആണ്. പക്ഷേ എന്നിട്ടും എനിക്കത് സിനിമ ചെയ്യാനുള്ളൊരു കാര്യം തന്നെ അതിനകത്തെ ക്യാരക്ടറാണ്. അത് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാരക്ടറിൻ്റെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അത് ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തത്. പിന്നെ നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. ശരിക്കും ഒരു കുടുംബ പ്രേക്ഷകരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണോ ഇത്? അതെ, തീർച്ചയായിട്ടും 100% ഫാമിലി മൂവിയാണ്. അഭിനയം രണ്ട് തരത്തിൽ നോക്കിയാൽ അഭിനയം തന്നെയാണ് എല്ലാത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പക്ഷേ ഇൻഡസ്ട്രി രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു രണ്ട് രീതിയിൽ വന്നതുകൊണ്ട് അതിൻ്റെ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ടെക്നിക്കലി കുറേ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തിന് വ്യത്യാസമുണ്ട്. പക്ഷെ അഭിനയം അവിടെയും ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയും സീരിയൽ ഭയങ്കര ഓവർ. ഞാൻ എന്തോ മനഃപൂർവ്വമാണെങ്കിൽ കൂടെയും അങ്ങനെ ഒരുപാട് ഓവറായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ചില റിയാക്ഷൻസൊക്കെ നമ്മൾ കുറേ സസ്റ്റെയിൻ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും സീരിയലാകുമ്പോൾ. ഇതിലങ്ങനെയില്ല. ഇതിൽ നോർമലി നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണോ അത് മതി സിനിമയിൽ. അപ്പോൾ അതാണ് ചെറിയ വ്യത്യാസങ്ങൾ. എനിക്കങ്ങനെ ഭയങ്കരമായ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. ഈ ബിഗ് സ്ക്രീനിൽ നിന്നും വലിയ ഒരു തലത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നുണ്ട്, നമ്മുടെ സ്വപ്നം പോലെ തന്നെ സിനിമയിലേക്കൊക്കെ വന്നു കഴിഞ്ഞു ഇനിയിപ്പം സീരിയലിലേക്കുള്ള ആ ഒരു തലം അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? സത്യം പറഞ്ഞ സിനിമയിൽ വരാനുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ടൊന്നും അല്ല. പക്ഷെ എന്നാലും എനിക്ക് സീരിയൽ ഇപ്പോൾ ഉടനെ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് സിനിമയിൽ നിന്ന് ഇപ്പം സീരിയൽ തീരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു തീരുമാനം എടുത്തതാണ് ഇപ്പോൾ ഉടനെ ഒരു സീരിയൽ. കാരണം ഞാൻ വിചാരിച്ചതിനൊക്കെ കൂടുതൽ നീണ്ടുപോയൊരു ഏറ്റവും ലോങ്ങസ്റ്റ് പോയൊരു സീരിയലാണ്. എന്താ പറയുക, ഒരു റെക്കോർഡാണ് പരസ്പരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2-3 സീരിയൽ ചെയ്തൊരു എഫക്റ്റാണ് പരസ്പരത്തിന്. അപ്പോൾ അതുകൊണ്ട് ഉടനെ ഒരു സീരിയൽ ഇപ്പം ചെയ്യേണ്ടെന്നുള്ളൊരു തീരുമാനമുണ്ട്. നല്ല മൂവീസ് വന്നാൽ ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകരുടെ സിനിമ കൂടെ റിലീസാകുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. പ്രേക്ഷകരുടെ എന്താ പറയാനുള്ളത്? ഓർമ്മ എന്നുള്ള സിനിമയാണ് റിലീസായിരിക്കുന്നത്. അപ്പം അറിയാം പരീക്ഷ സമയമാണ്. പക്ഷെ എന്നാലും സമയം കിട്ടുന്ന പോലെ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം. എനിക്ക് തോന്നുന്നു ഇപ്പം ഇറങ്ങുന്ന ഒരു മൂവീസിൻ്റെ ജോണർ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും യങ്സ്റ്റേഴ്സിനെ സന്തോഷിപ്പിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് കൂടുതലും ഇപ്പോൾ ഇറങ്ങുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ എൻ്റെ മദറിലൊക്കെ പറയും പഴയ ടൈപ്പ് സിനിമകളൊക്കെ അല്ലെങ്കിൽ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളൊന്നും ഇപ്പോൾ വരുന്നില്ല, ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രമാണ് ഓർമ്മ എന്നുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഭയങ്കരമായി അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ചെറിയ സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി അത് കണ്ട് ദീപ്തി IPSനെ ആക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു സിനിമയും സ്വീകരിക്കുക. എന്തിനായാലും സിനിമ ഇന്ന് റിലീസാണ്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തിനായാലും വലിയൊരു വിജയമാവട്ടെ, ഇനി ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.